മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അമൃത ഭാരതത്തിന് ആദർശ ബാല്യം എന്ന മഹത്തായ ആശയത്തെ പറ്റിയാണ് ഇന്നിവിടെ ഈ വിശിഷ്ട വേളയിൽ ഞാൻ സംസാരിക്കുന്നത്. വികസിതവും മൂല്യാധിഷ്ഠിതവുമായ ഭാരതത്തെയാണ് അമൃത ഭാരതം എന്ന ചിന്ത ലക്ഷ്യം വെക്കുന്നത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യവിമുക്തരാക്കി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നിസ്സംശയം പറയുവാൻ കഴിയും ഭാരതം അതിന്റെ സുവർണ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നത്. പൈതൃകങ്ങളുടെയും സംസ്കാരങ്ങളുടെയും നാടായ ഭാരതം ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലകളിൽ മുന്നേറുന്നതിനോടൊപ്പം ആകർഷകമായ വിദേശ നയങ്ങൾ ആവിഷ്കരിച്ച് തീവ്രവാദത്തിനെതിരെ ശക്തമായ തിരിച്ചടികൾ നൽകി ഭാരതമാതാവിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നാം നിത്യവും കാണുന്നത്. ഭാരതത്തിന്റെ ഭാവി ഭദ്രമാക്കാൻ ആദർശത്തിലും മൂല്യത്തിലും അധിഷ്ഠിതമായി ബാലരോഗങ്ങളിലൂടെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ കഴിയൂ എന്നത് പരമമായ സത്യം തന്നെയാണ്. സുഹൃതസിദ്ധമായ സംസ്കൃതിയിൽ നിന്നും ഉരുവം കൊണ്ട പാഠ്യസങ്കല്പമാണ് ബാലഗോകുലം വിഭാവനം ചെയ്യുന്നത്. ഊഷ്യതയിൽ നിന്ന് പൂർവ്വതയിലേക്ക് ഉണർന്നു വരുന്ന ആദർശ ബാലത്തെയാണ് ബാലഗോകുലം പ്രതിനിധാനം ചെയ്യുന്നത്. കൃഷ്ണദർശനങ്ങൾ സർവകാലിക സത്യങ്ങളാണ്. സമൂഹത്തിന് ദിശാബോധം നൽകിയ ഈ തത്വങ്ങൾ സ്വയം വളർന്നു വലുതാകാൻ ഓരോ ബാലികാ ബാലന്മാരെയും പ്രാപ്തരാക്കുന്നു. ആത്മനാശത്തിന്റെ വായിലകപ്പെട്ട ബാലസമൂഹം ശ്രീകൃഷ്ണൻ അഗാസുരന്റെ ഉദരത്തിൽ സ്വയം വളർന്നു വലുതായി ഉദരം പിളർന്നു മോചനം നേടിയതുപോലെ ആദർശത്തിലൂടെ വളർന്നു വലുതാവണം. ആദർശനിഷ്ഠരായ കുട്ടികൾ വഴി തെറ്റുകയില്ല. മൂല്യബോധം നുഴഞ്ഞു വരുന്ന സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. 1 നിന്ന് 10, 10 നിന്ന് 100, 100 നിന്ന് 1000 അർജുന ശരങ്ങൾ പോലെ ആദർശ ബാല്യം വിശ്വരൂപമാർജിക്കണം. സമൂഹത്തെ കാത്തു നിൽക്കുന്ന ലഹരി പോലെയുള്ള മഹാവിപത്തുകളെ തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധത്തിലൂടെ മുന്നേറാൻ ഓരോ ബാലമനസ്സിലും മൂല്യബോധം ഉണ്ടാവണം. ഈശ്വര നിശ്ചയമാണ് ഓരോ ജീവിതമെന്നും മനസ്സിലാക്കി ഓരോ കുട്ടിയുടെയും സർവ്വതോന്മുഖമായ വളർച്ചയാണ് ബാലഗോകുലം ലക്ഷ്യം വെക്കുന്നത്. ഹൃദയശുദ്ധി, നിഷ്കളങ്കമായ സ്നേഹം, കരുതൽ, ആദർശനിഷ്ഠ, പ്രകൃതി സൗഹാർദ്ദം, ദേശഭക്തി, മാതൃഭാഷാഭിമാനം, സർഗാത്മകത, സേവന സന്നദ്ധത എന്നീ നന്മകളുടെ ചേരുവയായി ഓരോ ബാലയും വളരട്ടെ. അമൃത ഭാരത ശില്പികളാവട്ടെ. സംഘത്തിന്റെ ശതാബ്ദിയും ബാലഗോകുലത്തിന്റെ 50ാം വർഷവും ആഘോഷിക്കുന്ന ഈ അത്യപൂർവ കാലഘട്ടത്തിൽ അമൃത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തിയാവുന്നതുവരെ നമ്മുടെ യുവത്വവും ബാലസമൂഹവും അതിനായി അഹോരാത്രം പ്രവർത്തിക്കട്ടെ.